ഓം നമഃ ശിവായ. എല്ലാവർക്കും നമസ്കാരം. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബംഗ്ലാദേശിൽ അവിടുത്തെ മതന്യൂനപക്ഷങ്ങളുടെ നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത്. അതുപോലെ ക്ഷേത്രങ്ങളെ ധ്വംസിക്കുകയും മതന്യൂനപക്ഷത്തിലുള്ള ആൾക്കാരെ വളരെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് നമുക്കറിയാം. അവിടെ നമുക്കറിയാം, ഹിന്ദുക്കൾക്ക് ഒരു ആശ്രയമായിട്ടിരിക്കുന്നത് ഹരേ കൃഷ്ണ പ്രസ്ഥാനമാണ്. കാരണം ഹരേ കൃഷ്ണ പ്രസ്ഥാനം ബംഗാളിലാണ് അതിൻ്റെ തുടക്കം. അത് വിഭജനത്തിന് മുൻപ് തന്നെ അതിന് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന് അവിടെ നല്ല പ്രചാരമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലും ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാർ ഇന്നും വളരെ നല്ല രീതിയിൽ തന്നെ ഹൈന്ദവരുടെ രക്ഷയ്ക്കായിട്ട് ഹൈന്ദവരുടെ എന്ന് മാത്രമല്ല, എല്ലാ മാനവ സമൂഹത്തിനും മുഴുവനും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം. അപ്പോൾ ആ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ സന്യാസിമാർ, 2-3 സന്യാസിമാർ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു. തുടർന്ന് അതുപോലെ തന്നെ ധാരാളം ആക്രമണങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് 3-4 ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. അപ്പോൾ ഇത് വലിയ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളിലെയും രാഷ്ട്രത്തലവന്മാർ വരെ അതിനെതിരായിട്ട് ഈ ഒരു ക്രൂരമായ പ്രവർത്തനങ്ങളെ അപലപിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നാമും ഒത്തുചേരുകയാണ്. കണ്ണൂർ ജില്ലയിൽ ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിലെ സ്റ്റേഡിയം കോർണറിൽ 2024 ഡിസംബർ 4 വൈകുന്നേരം 5 മണിക്ക് നമ്മൾ ഒത്തുചേരുകയാണ്. നാം ഒത്തുചേരേണ്ടതിൻ്റെ ആവശ്യകത വളരെ പ്രസക്തമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളത്. കാരണം ഹൈന്ദവ ജനത ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഹൈന്ദവ ജനത ഉണ്ട്. അവിടെ എല്ലാം തന്നെ എവിടെയൊക്കെ ഹൈന്ദവ ജനത ഉണ്ടോ അവിടെയൊക്കെ തന്നെ അവർ സമാധാനപൂർവ്വം അതാത് രാഷ്ട്രങ്ങളോട് അവർ ജീവിക്കുന്ന രാഷ്ട്രങ്ങളോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടുത്തെ ജനതയോടുകൂടി ഒന്നിച്ചു ചേർന്നുകൊണ്ട് ആ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഒരിക്കലും രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതല്ല. അതുകൊണ്ട് തന്നെ ഹൈന്ദവർ ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യവുമാണ്, സമാധാനത്തിനും ശാന്തിക്കും. ഇപ്പോൾ ബംഗ്ലാദേശിലെ ഈ കഷ്ടത അനുഭവിക്കുന്ന ഹൈന്ദവർക്കും അവിടുത്തെ സന്യാസിമാർക്കും ഐക്യദാർഢ്യം വയ്ക്കുവാൻ നാം ഒത്തുചേരുന്നു. ഡിസംബർ 4 എല്ലാവരും ആ ഒരു പരിപാടിയിൽ വന്നു ചേരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുക.